നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലങ്ങൾ നോക്കാം. കൊല്ലവർഷം 1200 വിഷുഫലങ്ങൾ നോക്കാം. അതായത് 2025. അപ്പം മീനൻ രാശിയിൽ ശനി നിൽക്കുന്ന സമയത്ത്, ഇടവൻ രാശിയിൽ വ്യാഴവും നിൽക്കുന്ന സമയത്താണ് കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും ചേർന്ന സമയത്ത് മേടവിഷു സംക്രമം നടന്നു. അതായത് 2025 ഏപ്രിൽ 14-ാം തീയതി രാവിലെ ഉദയത്തിന് മുമ്പ് 3:21 മേടവിഷു സംക്രമം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രവുമായിട്ടും ആ സമയത്തുള്ള കരണവുമായിട്ടും ബന്ധപ്പെടുത്തിയാണ് വിഷുഫലം ഗണിക്കുന്നത്. അപ്പോൾ ഈ കരണം എന്ന് പറഞ്ഞാൽ ഒരു തിഥിയുടെ പകുതിയാണ്. തിഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളനുസരിച്ച്, അതായത് ചന്ദ്രൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മൾ തിഥികളെ തിരിച്ചിട്ടുണ്ട്. 15 തിഥികൾ വെളുത്ത പക്ഷത്തിലും 15 തിഥികൾ കറുത്ത പക്ഷത്തിലുമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ 30 ദിവസം ഒരു മാസത്തിൽ. പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറയുന്ന ഇത് കാര്യങ്ങളാണ് തിഥികളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പേരുകളിൽ പറയുന്നതാണ് തിഥികൾ. അപ്പോൾ ഈ തിഥിയുടെ പകുതിയാണ് ഒരു കരണം എന്ന് പറയുന്നത്. ഒരു തിഥിയുടെ അളവെന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ്. അതായത് ആംഗുലാർ ഡിസ്റ്റൻസാണ്. 12 ഡിഗ്രിയാണ് ഒരു തിഥിയുടെ അളവ് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിഥിയുടെ അളവ് വരുന്നത്. പിന്നെ അതിൻ്റെ പകുതി 6 ഡിഗ്രിയാണ് ഒരു കരണത്തിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ സമയം കൃത്യമാക്കാനുള്ള ഒരു കാര്യമാണ് ഈ തിഥി എന്നും കരണം എന്നൊക്കെ പറയുന്നത്. അപ്പം സംക്രമ നക്ഷത്രം, വിഷു സംക്രമ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. അപ്പോൾ ചോതി നക്ഷത്രത്തിൽ വിഷു സംക്രമം നടക്കുന്നത് കൊണ്ട് രോഹിണി നക്ഷത്രം മധ്യഷഡ്ക നക്ഷത്രമായിട്ടാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം, ഇങ്ങനെ 6 വിഭാഗങ്ങളായിട്ട് നക്ഷത്രങ്ങളെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലെ മധ്യഷഡ്ക നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലമാണ് ഈ വർഷം വരുന്നത്. ഈ വർഷത്തെ അനുഭവങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക നേട്ടം, സൽകീർത്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. വർഷമധ്യത്തിന് ശേഷം അല്പം സാമ്പത്തിക വിഷമതകൾ ഉണ്ടായേക്കാം. എങ്കിലും പൊതുവെ കർമ്മരംഗത്ത് ധനലാഭവും കീർത്തിയും നേട്ടവും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ സാധിക്കുന്നതാണ്. ജോലിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ട്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രം ഇടവം രാശിയിലാണ്, ഇടവക്കൂറിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യാപാര ലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനവും ലഭിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തൊഴിൽ വിജയം ഉണ്ടാകും, ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പ്രമോഷനും ഹയർ പോസ്റ്റുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ വിജയം എന്ന് പറയുന്നത് പൊതുവെ ആളുകൾ കൂടുതലായിട്ട് വരികയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ആ പെരുമാറ്റത്തിൽ ഉള്ള ഒരു കുലീനത പാലിക്കുക, നല്ലൊരു പെരുമാറ്റം കസ്റ്റമറോട് കാണിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു സമയത്ത് ഗ്രഹനില പ്രകാരം രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് ദേഷ്യമോ വിഷാദമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലവും കൂടിയാണ്. അപ്പം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ മാത്രമേ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ വർഷം നല്ല വിജയത്തിന് വിഷുഫലം കൊണ്ട് സാധ്യത കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. അകന്നു നിന്ന ബന്ധുക്കൾ പോലും അടുത്തു വരാനുള്ള ഒരു യോഗം ഈ വർഷം കാണുന്നുണ്ട്. ശിശുജനനത്തിലൂടെ കുടുംബത്തിൽ മംഗളകരമായ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയും ഉണ്ട്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള യോഗം രോഹിണി നക്ഷത്രക്കാർക്കുണ്ട്. സുഹൃത്തുക്കൾ മുഖേന നേട്ടം ഉണ്ടാക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ആ സാങ്കേതികമായ കാര്യങ്ങളിലേക്കൂടെ ഒന്ന് കടന്നു നോക്കാം. രോഹിണി നക്ഷത്രം ഉൾപ്പെടുന്ന ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആ രാശിയുടെ ആയം എന്ന് പറയുന്നത് 11 വ്യയം 5 അപ്പോൾ ആ ആയം അല്ലെങ്കിൽ വരവ് ഭാഗം കൂടുതലും ചെലവിൻ്റെ ഭാഗവും കുറവുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധനഗുണം കൂടുതലായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. പിന്നെ നമ്മൾ കന്തായ ഫലം എന്നൊരു ഫലമുണ്ട്. നമ്മൾ പഞ്ചാംഗങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ആയവും വ്യയവും നോക്കുന്ന ഒരു ടേബിളുണ്ട്, കന്തായം നോക്കുന്ന ഒരു ടേബിളുണ്ട്. കന്തായം എന്ന് പറയുന്നത് ഓരോരോ പീരീഡുകളിൽ അനുഭവപ്പെടുന്ന താൽക്കാലിക ഫലമാണ്. ഏതാനും മാസങ്ങളിലേക്ക് വീതം അനുഭവപ്പെടുന്ന ഫലങ്ങളെല്ലാം കൂടെ ഒരു വർഷത്തെ ക്രോഡീകരിച്ചതാണ്. അപ്പോൾ ഈ കന്തായ ഫലം നമ്മൾ നോക്കുമ്പോൾ മേടം മുതൽ 4 മാസം സാമാന്യമായ സുഖവും ആവശ്യത്തിന് ധനവും ലഭിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ശരീരത്തിന് വിശ്രമം എടുക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്. ചിങ്ങം മുതൽ 4 മാസം അല്പസുഖവും അലച്ചിലുമാണ് ഫലം. ചിങ്ങമാസം മുതലുള്ള ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഈ 4 മാസങ്ങളിലും അല്പസുഖവും അലച്ചിലും, സുഖത്തിന് കുറവുണ്ടാവും. കുറേയേറെ യാത്രകൾ പല സ്ഥലങ്ങളിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. ധനു മുതൽ 4 മാസം ചെറിയ തോതിലുള്ള ധനലഭ്യതയും ഫലമാകുന്നു. വളരെ ഒരു എടുത്തു പറയത്തക്ക രീതിയിൽ കിട്ടാതെ എന്നാൽ ആവശ്യങ്ങൾ നടന്ന് പോവുകയും എന്നാൽ ബാക്കി വെക്കാൻ കഴിയാതെയൊക്കെ ഇരിക്കുന്ന ഒരു ഘട്ടം എന്ന് വിചാരിച്ചാൽ മതി. ആ രീതിയിലാണ് ഫലങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ മേടം മുതലുള്ള 4 മാസം സുഖകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ കന്തായ ഫലം അല്ലെങ്കിൽ താൽക്കാലികമായ ഫലം ഗണിതപ്രകാരമുള്ളത്. എന്നാൽ വ്യാഴത്തിൻ്റെ ശനിയുടെയൊക്കെ പൊസിഷനും കൂടെ നമ്മൾ നോക്കണം. കാരണം എപ്പോഴും ഈ വിഷുഫലം എന്ന് പറയുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരാളുടെ ഫലം പറയുമ്പോഴത്തേക്കും ഗ്രഹചാര ഫലം വളരെ പ്രധാനമാണ്. അയാളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ഇപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, അപ്പോൾ അതിൻ്റെ നമ്മളൊന്ന് സംയോജിപ്പിച്ച് ചിന്തിച്ചാൽ മാത്രമേ കൃത്യമായൊരു ഫലം ഒരു വർഷത്തേത് പറയാൻ കഴിയുള്ളൂ. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി കൂടെ നോക്കുമ്പോൾ ഇടവക്കൂറിൽപ്പെടുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യം കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ക്രമേണ വിജയം സിദ്ധിക്കുന്നതാണ്. ഭൂമി നേട്ടം, ധനനേട്ടം, സർക്കാരിൽ തൊഴിൽ ലഭിക്കാനുള്ള യോഗം, അധികാരം ലഭിക്കുക, മാന്യതയോടെ ജീവിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ഒഴിവാക്കുക. നല്ലൊരു ഡിസിഷൻ എടുത്ത് ആ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഒഴിവാക്കുക. ശാന്തമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭൂമി നേട്ടവും ധനനേട്ടവും ജോലിയിൽ നല്ല മാന്യതയും സമൂഹത്തിൽ ബഹുമാനമൊക്കെ ലഭിക്കാനായിട്ട് അത് വളരെ ഗുണകരമായിരിക്കും. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന പ്രവണത ഒഴിവാക്കിയിട്ട് വിവരങ്ങൾ മനസ്സിലാക്കിയും സ്വയം ഒന്ന് ആലോചിച്ചും കാര്യങ്ങൾ ചെയ്താൽ അബദ്ധങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ വളരെ ഗുണകരമാണ്. ഇതാണ് നമുക്ക് വിഷുഫലത്തിൻ്റെ സാമാന്യ രീതിയായിട്ട് പറയാനുള്ളത്. പിന്നെ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് കൂടുതലായിട്ട് ഈ വർഷം ചെയ്യേണ്ടത്. പിന്നെ ദേവീ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ചന്ദ്രൻ്റെ പ്രാധാന്യമുള്ള ഈ തിങ്കളാഴ്ചകളിൽ വ്രതം നോക്കുന്നതും അതുപോലെ തന്നെ ഈ ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. രാത്രിയിലാണത് ഇടാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള വഴിപാടുകൾ ചന്ദ്രനെ നേദിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. രോഹിണി നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളിലും ദേവീക്ഷേത്ര ദർശനം നടത്തിയിട്ട് അർച്ചന, കടുംബായസം എന്നിവ കഴിച്ചാൽ ശത്രുപരമായ ദോഷങ്ങൾ നന്നായിട്ട് കുറയുന്നതാണ്. രാഹു ദശ, കേതുർദശ, ശനിദശ ഇതിലേതെങ്കിലും ദശാകാലങ്ങളിൽ കൂടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാരൻ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിൽ ദോഷപരിഹാരം ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ചിലപ്പോൾ അവസരങ്ങൾ തട്ടിപ്പോകുന്നത്. അതായത് നമുക്കൊരു ജോലി കിട്ടി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന സമയത്ത് കിട്ടാതെ വരിക,
അതുപോലെ തന്നെ നമുക്ക് ധനം കയ്യിലോട്ട് പണം എത്തിച്ചേരും എന്ന് വിചാരിക്കുന്ന സമയത്ത് എത്തിച്ചേരാതെ വരിക, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ആ ദോഷങ്ങളെ മറികടക്കാനാണ് നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ വഴിപാടുകളെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വാങ്ങിച്ച് തിരുമേനിക്ക് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മളാണ് സമർപ്പിക്കുന്നത്. നമ്മൾ സമർപ്പിക്കുന്നതായിട്ട് വേണം നമ്മളവിടെ ചെയ്യാനായിട്ട്, എങ്കിലേ അതിൻ്റെ ശരിക്കുള്ള ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ പൗർണമി ദിനത്തിലും അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിലും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ ദോഷകാലങ്ങളാണ് ഉള്ളതെങ്കിൽ, രാഹുർദശയോ കേതുർദശയോ ശനിദശയോ ആണ് ഇപ്പം ഈ രോഹിണി നക്ഷത്രക്കാർക്കുള്ളതെങ്കിൽ, ശനിദേവനെയും ശാസ്താവിനെയും പ്രീതിപ്പെടുത്തുന്നത് 11-ലെ ശനിയുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഗുണകരമാണ്. അതായത് ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, മനസ്സ് ഉറപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് നേരത്തെ സാധിക്കാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ്. അതായത് നേരത്തെ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നതും അന്ന് വാങ്ങിക്കേണ്ട പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരുന്നതുമായ പല സാധനങ്ങളും ഈ സമയത്ത് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകും. അപ്പം ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളൊരു യോഗം ഈ വർഷം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് 5 വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ പല ആഗ്രഹങ്ങളും നല്ല രീതിയിൽ തന്നെ സാധിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വിഷുഫലം എന്ന് പറയുന്ന ഒരു ജനറൽ പ്രഡിക്ഷൻ ആയതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ. ഗണിതപരമായിട്ട് ഒരുപാട് കാര്യമുണ്ട്, പക്ഷേ ഫലഭാഗം നോക്കുമ്പോൾ വലിയ അധികമൊന്നും കൂട്ടിച്ചേർക്കാനില്ല. എങ്കിലും സാമാന്യമായിട്ട് ഈ ഫലങ്ങളൊക്കെ ഈ വർഷം അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഗ്രഹചാര ഫലങ്ങളാണ് കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് യോഗമുള്ളത്. അതായത് മീനം രാശിയിലേക്ക് ശനി വന്നിരിക്കുന്നു. അങ്ങനെ ശനിയുടെ ചലനങ്ങൾ, വ്യാഴത്തിൻ്റെ ചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ ചലനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക, അല്ലെങ്കിൽ ആ പൊസിഷൻ വെച്ച് നോക്കുമ്പോഴുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോണിക്കൽ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഫലഭാഗത്തിന് വ്യത്യാസം ഉണ്ടാകാം. അപ്പം ശനിദേവനെയും ശാസ്താവിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം 5 വ്യാഴാഴ്ചകളിൽ നടത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. ഇതാണ് രോഹിണി നക്ഷത്രക്കാരുടെ സാമാന്യമായ വിഷുഫലമായിട്ട് അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.